മൂന്നാർ കുറ്റിയാർ വാലിക്ക് സമീപം യൂക്കാലിത്തോട്ടത്തിലുണ്ടായ തീ നിയന്ത്രണ വിധേയമായി. മൂന്നാർ അടിമാലി അഗ്നിരക്ഷാ സംഘം എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഇടുക്കിയിൽ നിന്നും ആൽവിൻ തോമസ് ചേരുന്നു. ആൽവിൻ, നേരത്തെ റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു അതൊരു സ്വാഭാവികമായി കാട്ടുതീ പടർന്നു പിടിപ്പിക്കുന്ന സ്ഥലമൊന്നുമല്ല എന്ന്. അപ്പോൾ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് ബോധപൂർവമായ ഒരു ശ്രമം തീപിടുത്തത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതുന്നുണ്ടോ? അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടോ അവിടെ? അത്തരത്തിലുള്ള അന്വേഷണം ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും നടക്കുന്നുണ്ട്. ഇത് അവിടെ സ്വാഭാവികമായി കാട്ടുതീയൊന്നും വരേണ്ട പ്രദേശമല്ല. അത് ആരുടെ കയ്യിൽ നിന്നോ തീ പടർത്തിയ ശേഷം അവിടെ നിന്ന് പിന്നീട് ആളി പടർന്നാകാം എന്ന തരത്തിലാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഉച്ചയോടുകൂടിയാണ്, ഏതാണ്ട് 12 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കുറ്റിയാർ വാലി റോഡിനും സൈലന്റ് വാലി റോഡിനും സമീപത്തുള്ള യൂക്കാലി തോട്ടത്തിലാണ് വലിയ തോതിൽ തീപിടുത്തമുണ്ടായത്. ഇത് KDHP കമ്പനിയുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി കൂടിയാണ് ഈ പ്രദേശം. അതിന് സമീപത്ത് പലയിടങ്ങളിലായാണ് ഈ തീ വ്യാപിച്ചത്. ഇത് വലിയ തോതിൽ കാറ്റുണ്ടായിരുന്നു രാവിലെ സമയത്തൊക്കെയും. ആ സമയത്ത് കാറ്റിൽ കൂടി തീ പടർന്നാണ് മറ്റിടങ്ങളിലേക്കും വ്യാപിച്ചത്. ഈ കുറ്റിയാർ വാലി സെറ്റിൽമെന്റ് ഏരിയയ്ക്കൊക്കെ സമീപത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അത് അടിമാലിയിൽ നിന്നും മൂന്നാറിൽ നിന്നുമുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ സംഘങ്ങൾ എത്തിയാണ് ഇപ്പോൾ തീ അണച്ചിട്ടുള്ളത്. ഏതാണ്ട് വൈകിട്ട് ഓടുകൂടി തീ അണച്ചു. പൂർണ്ണമായി ഏതാണ്ട് തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ചെറിയ തോതിൽ പുകയൊക്കെ ഉയരുന്നുണ്ടെങ്കിലും അത് നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എന്നതാണ് പോലീസിൽ നിന്നും ഫയർഫോഴ്സിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിനകത്ത് ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നുള്ളതും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ലക്ഷ്മി. ആൽവിൻ തോമസ് ആണ് ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.